ചേച്ചി ഒരു ചായ. നീ ഇത്ര ദിവസം എവിടെയിരുന്ന്? ഒന്നും പറയണ്ട, ഭയങ്കര തിരക്കാണെന്ന്, ജോലി തിരക്കേ. അപ്പൊ നീ ഇവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞില്ലേ? എന്ത് വിശേഷമായിരുന്നു? ഇലക്ഷൻ. ഇലക്ഷന്റെ കാര്യം അറിഞ്ഞായിരുന്നു. നീ ഒരു മാരാരെ അറിയോ? മാരാരി ചെണ്ടോട്ടണ മാരാരൊന്നുമല്ല, ഒരു മാരാര്. മാരാര് ബിഗ് ബോസിലുള്ള വല്ല മാരാരാണോ? അങ്ങനെ കണ്ട് പറയണ കേട്ടേ, ബോസിലൊക്കെ ഉള്ളതാണ് അഖിൽമാരാര്. അറിയാം. അവനെ പാലക്കാടത്തെ നമ്മുടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയില്ലേ പിഷാരടി, ഈ പിഷാരടിനെ എപ്പോ നോക്കിയാലും ഇവരിങ്ങനെ കുറെ കുറ്റം പറഞ്ഞു നടത്തുന്നു. അത് പിന്നെ എങ്ങനെ പറയാതിരിക്കും, അവൻ അവിടെ അല്ലേ, പാലക്കാടല്ലേ നിക്കണേ. എടാ അവൻ അവിടെ അല്ല, പാലക്കാട് ശോഭാ സുരേന്ദ്രനല്ലേ നിക്കണത്. അപ്പൊ പിന്നെ ഇവൻ എന്തിനാണ് പിഷാരടിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണത്? അസൂയ. പിഷാരടി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയല്ലേ, ജയിക്കുമെന്ന് ഉറപ്പുള്ള സ്ഥാനാർത്ഥി. ഇവനാണെങ്കിൽ എന്തായാലും തോക്കും. അപ്പൊ ഇവൻ ഇനിയിപ്പൊ പിഷാരടിനെ കുറിച്ച് പറഞ്ഞ് ഇവനെ കുറിച്ച് ആരെങ്കിലും അറിഞ്ഞ് പത്തോട്ട് കിട്ടിയാലാ. അതാണ് അപ്പൊ കാര്യം. ഇവൻ നിക്കണത് തൃക്കാക്കര ഉമാ തോമസിന്റെ സ്ഥലത്താണ്. അത് ശരി. അതെങ്ങനെയാണ് ഇവൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാവാൻ നടന്ന്, കമ്മ്യൂണിസ്റ്റിന്റെ സ്ഥാനാർത്ഥിയാവാൻ നടന്ന്, അവസാനം എവിടെയും സ്ഥാനാർത്ഥിയാക്കാൻ കിട്ടണില്ല. ദൈവമേ, കമ്മ്യൂണിസ്റ്റുകാര് പോലും കൊടുത്തില്ല. അപ്പൊ എന്തൊരു ദുരന്തമായിരിക്കണല്ലേ ഇത്. അവനെന്ത് ചെയ്ത് ഈർക്കിലി പാർട്ടിയില്ലേ, ഒരു ഈർക്കിലി പാർട്ടി. അത് എന്താണ്, വേൾഡ് കപ്പോ 2020 വേൾഡ് കപ്പ് അല്ല, 2020. സാബു ജേക്കബിന്റെ മനസ്സിലായി, കിറ്റക്സ്. ഈടിനെ പേടിച്ച് മോദിയുടെ കാലിൽ വീണ്. സ്വാഭാവികം. അവസാനം ഇതിനകത്ത് സ്ഥാനാർത്ഥിയാകാൻ ആളില്ല. ആളെ തേക്കാനായിട്ട് ഇതിനെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. എന്ത് ചെയ്യാനായിട്ട്? കണ്ട സീരിയൽ നടികളെയൊക്കെ പിടിച്ച് നിർത്തി വെച്ചേക്കാണ്. ദൈവമേ, അതും മനുഷ്യന്മാരറിയാത്ത സീരിയൽ നടി. അതുങ്ങൾക്കാണെങ്കിൽ ഒട്ടുമില്ല. എന്നിട്ട് അതുങ്ങൾക്ക് നിക്കാൻ പറ്റിയ അതുങ്ങളൊക്കെ മാറ്റിന്ന് തോന്നണേ. പാലക്കേനാവോ സ്ഥാനാർത്ഥികള്. അങ്ങനെ അവരിപ്പ ഞാൻ എപ്പോ നോക്കുമ്പോഴുണ്ട് ഇവൻ ഈ പിഷാരടിനെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞോണ്ട്. പിഷാരടി ആണെങ്കിൽ പറഞ്ഞ് ഈ സെക്കൻഡിന് മാറ്റി പറയണ ഒരാളെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ദൈവമേ, സ്വന്തമായിട്ട് നിലപാട് പോലും ഇല്ലാത്ത ഒരു തന്നെയാണ് ഈ 2020 പിടിച്ച് നിർത്തിയിരിക്കുന്നത്. കഷ്ടം. അല്ലപ്പോ പാലക്കാട് നമ്മുടെ പിഷാരടി ഒരു എതിരാളിയേ അല്ല എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു കിടക്കുന്നത്. ഏത് കവലപ്രസംഗം. അപ്പൊ ഈ ശോഭാ സുരേന്ദ്രൻ കേട്ടപ്പോ ഇങ്ങനെ പറഞ്ഞപ്പോ ആളുകൾ വിചാരിച്ചേ ഏതാണ്ട് 5 പ്രാവശ്യം MLA ആയ ഒരാളാണ്. എവിടെ ഗിന്നസ് ബുക്കിൽ പേരെടുക്കാൻ നടക്കുകയാണ് ഏറ്റവും കൂടുതൽ തോറ്റ സ്ഥാനാർത്ഥി. അതിനൊരു എതിരാളി ഉണ്ട്, സുരേന്ദ്രൻ. അതാണ്. ദൈവമേ, ഉള്ളിസുര അങ്ങനെ പറഞ്ഞാലേ അറിയുള്ളൂ നാട്ടുകാര്. അപ്പൊ ഇവര് രണ്ടുപേരും കൂടിയാണ് ഇനി മത്സരം. ഏത് ഗിന്നസ് ബുക്കിൽ റെക്കോർഡ് കിട്ടാൻ. പിന്നെ അച്ഛനും മോനും രണ്ടുപേരും തോപ്പിച്ചെന്ന് റെക്കോർഡ് കേറാൻ നടക്കുന്നുണ്ട്. ജയിക്കുന്നൊക്കെയാണ് പേര്, തോറ്റുകൊണ്ടേ ഇരിക്കുകയാണ്. കഷ്ടം. എന്തായാലും കൊള്ളാം. അല്ല, നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറയണ്ടായിരുന്നു BJP CPM കൂടി എന്താണ്ട് ഡീലൊക്കെ നടത്തുന്നുണ്ടെന്ന്. എന്തൊക്കെ ഡീല് ആരൊക്കെ തമ്മിൽ നടത്തിയാലും ജനങ്ങളൊന്ന് തീരുമാനിച്ചിട്ടുണ്ട് വോട്ടെടുപ്പിന്റെ ദിവസം ഈ കാട്ടാളൊക്കെ അവസാനിപ്പിക്കാൻ. അത് സത്യം. അപ്പൊ നിനക്ക് ചായ വേണ്ടേ? എന്നാ ചായ എടുത്ത് നമ്മള് സംസാരിച്ച് നേരം പോയി. സമയം ചായ എടുക്കട്ടെ.